ഹലോ ടെക് ടോക്ക് ഫ്രം ദ സ്ക്രാച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴക്കാലമാണ്. മഴക്കാലത്ത് നമ്മൾ കൂടുതലായി കേൾക്കുന്ന വാക്കുകളാണ് ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും എല്ലാം. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൻ്റെ വ്യത്യാസത്തിലാണ് പലരും രക്ഷപ്പെടുന്നത് എന്നാണ്. അപ്പോൾ ഈ അപകടങ്ങൾ നമ്മൾ മുൻകൂട്ടി അറിയാൻ സാധിച്ചിരുന്നുവെങ്കിൽ നമുക്കും രക്ഷപ്പെടാം, നമ്മളെ കൂടുതലുള്ളവരെയും നമുക്ക് രക്ഷപ്പെടുത്താമായിരുന്നു അല്ലേ? അതുമായാണ് ഇന്ന് ടെക് ടോക്ക് ഫ്രം ദ സ്ക്രാച്ച് നിങ്ങൾക്ക് മുന്നിൽ വരുന്നത്. അപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞു വന്നത് ഈ ഡിവൈസിനെ പറ്റിയാണ് കേട്ടോ. ഇതാണ് നമുക്ക് ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലോ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിൽ നമുക്കൊരു മിനിറ്റ് മുന്നെങ്കിൽ ഒരു മിനിറ്റ് മുന്നേ നമ്മളെ ഇൻഫോം ചെയ്യുന്ന ഒരു ഡിവൈസാണ് കേട്ടോ ഇത്. ഇതേപോലെ നമ്മൾക്കിങ്ങനെ എന്താ പറയുക, നമുക്ക് ടെൻഷനില്ല. അതായത് നമുക്ക് തോന്നുകയാണ് ഈ സ്ഥലം മണ്ണിടിയുമ്പം ഇപ്പോൾ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു പുഴയുടെ തീരത്തായിട്ടുള്ള ആണ് നിങ്ങളുടെ വീട്. അപ്പോൾ ഈ പുഴയിലൂടെ കൂടുതൽ വെള്ളം വരിക അല്ലെങ്കിൽ വെള്ളം പൊങ്ങി വരിക അല്ലെങ്കിൽ അവിടെ പുഴയിലേക്ക് മണ്ണിടിച്ചിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഡിവൈസ് ഇതേപോലെ സ്ഥാപിക്കുക. ഓക്കെ, ഇത് ഇതേപോലെ ഫിക്സ് ചെയ്ത് വെക്കുക. പ്രോബാണ്, ഇതിനൊരു ട്രാൻസ്മിറ്റർ ഉണ്ട്. അപ്പോൾ ഇതിനകത്താണ് ട്രാൻസ്മിറ്റർ ഉള്ളത്. ഇപ്പോൾ ഈ ഒരു പ്രോബിന് എന്ത് സംഭവിച്ചാലും ആ ഇൻഫർമേഷൻ നമ്മുടെ റിസീവറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ റിസീവർ പാർട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ അതിന് പവർ ചെയ്യാൻ വെച്ചതാണ്. ഇതാണ് അതിൻ്റെ ഒരു റിസീവർ പാർട്ട്. ഇതിൻ്റെ അകത്തൊരു അലാറം സിസ്റ്റം ആണുള്ളത്. ഇപ്പം ആ ഒരു പ്രോബിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യും, ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യും. ആ ഇൻഫർമേഷൻ വെച്ചിട്ട് ഇവിടെ അലാറം അടിക്കും. ഇത്രയേ ഉള്ളൂ സംഭവം. സിമ്പിളായിട്ട്, ഇതിലൊരു റോക്കറ്റ് സയൻസ് ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഞാൻ കുറച്ചും കൂടെ അടുത്തുനിന്ന് കാണിച്ചു തരാം ആ ഒരു പ്രോബ് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളത്. ഇതൊന്നുമില്ല, ഇതിനകത്ത് ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇപ്പം ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു അർഡിനോ യുനോ ബോർഡ് ഉണ്ട്. നമ്മുടെ എംബെഡഡ് സിസ്റ്റം ട്രെയിനിങ്ങിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഈ ഒരു ബോർഡ് ഉണ്ട്. അത് കൂടാണ്ട് ഒരു RF മൊഡ്യൂൾ, ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. പിന്നെ 2-3 സ്വിച്ചുകളും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഞാനിവിടെ ഒരു ചെറിയ സ്വിച്ച് പോലെ സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇതിനുള്ളിൽ ഒരു ബോൾ ഒരു ബോൾ ഇട്ടിട്ടുണ്ട്. ഇതിനുള്ളിൽ നോക്കിയാൽ കാണാം. അപ്പോൾ ഈ ഒരു ഡിവൈസ് മറിഞ്ഞ് വീഴുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്വിച്ച് ഓൺ ആവും. ഈ സ്വിച്ച് ഓൺ ആകുമ്പോൾ തന്നെ ഈ ട്രാൻസ്മിഷൻ നമ്മുടെ ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യും, ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യും. ആ സിഗ്നലിൽ പോയിട്ട് നമ്മളെ റിസീവർ അവിടെ റിസീവ് ആയ ഉടനെ തന്നെ അവിടെ അലാറം അടിക്കും. അതുകൂടാണ്ട് ഇതിനൊരു സെറ്റപ്പും കൂടെ ഉണ്ടാക്കിയത് 2 സെൻസർ ഉണ്ട്. ഒന്ന് വന്നിട്ട് ഇത് മറിഞ്ഞു വീഴുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന സെൻസർ. അടുത്ത വന്നിട്ട് ഇതിൻ്റെ വാട്ടർ ലെവൽ, അതായത് ഈ മണ്ണിൻ്റെ ലെവലിൽ നിന്ന് വെള്ളം മതി, ആ ഹോൾസ് കാണുന്നില്ലേ, ആ ലെവലിൽ വെള്ളം വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അലാറം അടിക്കും. അത് നിങ്ങളുടെ വീടിൻ്റെ ഇപ്പം നിങ്ങൾക്ക് പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്, രാത്രി ഉറങ്ങിക്കിടന്ന് രാവിലെ വെള്ളം കുടിക്കാനൊക്കെ വേണ്ടി എണീക്കുമ്പോൾ ഞെട്ടി എണീക്കുമ്പോൾ വീട്ടിൽ നമ്മൾ കിടക്കുന്ന ബെഡിൻ്റെ ലെവലിൽ വെള്ളം വന്ന് നിൽക്കുന്ന കേസുകൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ വീടിൻ്റെ മുറ്റത്തോ എവിടെയെങ്കിലും ഇത് സ്ഥാപിച്ച് കഴിഞ്ഞാൽ മഴക്കാലമായി കഴിഞ്ഞാൽ വെള്ളം കയറി വരികയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ അലേർട്ട് ചെയ്യും. അത് ഇത്ര ലെവലിൽ വെള്ളം മുകളിലെത്തി കഴിഞ്ഞാൽ നമുക്ക് അലാറം കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ, സിമ്പിളാണ്, എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ എംബെഡഡ് സിസ്റ്റം ട്രെയിനിങ് വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് അത് വെച്ചിട്ട് അതിൻ്റെ കോഡും സ്കീമാറ്റിക്കും കാര്യങ്ങളും ഇത് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നുള്ള ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഞാൻ തരാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കിങ്ങിലേക്ക് പോവാം. ഇത് വർക്ക് ചെയ്യുന്ന എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ, നമ്മുടെ പ്ലാൻ എന്താ വെച്ചാൽ, ഇതിപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു അതിൻ്റെ റിസീവർ പാർട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്, ട്രാൻസ്മിറ്റർ പാർട്ട് അവിടെ ഉണ്ട്. നമ്മളിതൊരു പൈപ്പ് വരുത്തുന്നുണ്ട്, അതിലൂടെ മുകളിലൂടെ വെള്ളം തുറന്നു വിടും. അപ്പോൾ ആ വെള്ളം ആ വഴി വന്നിട്ട് മേലെ നിന്ന് താഴോട്ട് ഒഴുകി ഇതിൻ്റെ ഇവിടേക്ക് വരും. ഇത് നമ്മുടെ എക്സ്പെക്റ്റേഷനാണ് പറയണത്. ഇതിവിടെ വരുമ്പോൾ ഇത് മറിഞ്ഞു വീഴും. അപ്പോൾ ഇതിനുള്ളിൽ ഇലക്ട്രോണിക് സാധനങ്ങളാണല്ലോ. അപ്പം തൽക്കാലം ഇപ്പോൾ ഇത് കംപ്ലൈൻറ്റ് അവിടെ ഇവിടേക്ക് വെള്ളമാവും, ഇവിടേക്ക് വന്ന് വെള്ളം നിറയും. അപ്പം നിലത്ത് വീഴണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ടേ ഉള്ളൂ കേട്ടോ. നിലത്ത് വീണ് പോകണ്ടാച്ചിട്ട്, വെള്ളത്തിലേക്ക് വീഴണ്ടാച്ചിട്ട് കെട്ടിയിട്ടതാണിത്. വേറെ ഒന്നുമില്ല, ബാക്കിയെല്ലാം വയർലെസ് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ഇതാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണത്. നമുക്ക് നോക്കാം വർക്കാവുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഇത് വീണ് കഴിയുമ്പോൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഇവിടെ വന്നിട്ട് അലാറം അടിക്കണം. ഈ ഒരു അലാറം ഇവിടെ അടിക്കും. അതായത് നമ്മൾ വീടിനകത്ത് വെക്കേണ്ടതാണ്. അപ്പം രാത്രി കാലങ്ങളിലാണെങ്കിലും ഇത് മറിഞ്ഞു വീഴുക അല്ലെങ്കിൽ വെള്ളം കയറിയിട്ട് ഇതിൻ്റെ ആ ലെവലിൻ്റെ മേലേക്ക് എത്തുകയാണെങ്കിലും അലാറം അടിക്കണം. ഇത്രയാണ് നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പോണത്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇതേപോലെ ഒന്നുണ്ടാക്കി വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ ഉപയോഗപ്രദമായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ മോട്ടർ ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലൂടെ വന്നിട്ട് വെള്ളം മേലേക്കൂടെ വന്നിട്ട് അവിടെ പൈപ്പ് ഇട്ടിട്ട് കാണുന്നില്ലേ, ഈ പൈപ്പിലൂടെയാണ് വെള്ളം വരാൻ പോകുന്നത്. വെള്ളത്തിലൂടെ വന്നിട്ട് നമ്മൾ എക്സ്പെക്റ്റേഷൻ ഇതിലൂടെ ഒഴുകി താഴെ എത്തി നമ്മൾ അവിടേക്ക് എത്തും. ആ സമയത്ത് അത് മറിഞ്ഞു വീഴുമ്പോൾ നമ്മുടെ അലാറം അടിക്കും. വെള്ളം വന്നു തുടങ്ങി കേട്ടോ, വെള്ളം വരാൻ തുടങ്ങി. താഴോട്ടേക്ക് പോവാം. ഇതിലൂടെ വന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് ആ കുഴിയിലേക്ക് പോവുക.
അവിടെ മണ്ണ് ഇളകി കിടക്കുക, അപ്പം മറിഞ്ഞ് വീഴുന്നാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ. ഓക്കെ, ഇനി ഇവിടെ നിന്ന് കാണാം. ഓക്കെ, വെള്ളം ഇവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വന്നു, ഈ നമ്മളിതിൻ്റെ അടുത്തെത്തി. നോക്കാം, നമ്മുടെ എക്സ്പെക്ടേഷൻ വെള്ളം എന്ന് അറിയുമ്പോൾ അത് മറിഞ്ഞ് വീഴും. മറിഞ്ഞ് വീഴുമ്പോൾ ഇവിടെ അലാറം അടിക്കും. ഇതൊരു അലാറാട്ടോ, നമ്മുടെ ഈ കോളിംഗ് ബെല്ലിനൊക്കെ ഉപയോഗിക്കുന്ന അലാറം ഞാൻ വാങ്ങിച്ചതാണ്. നോക്കാം മറിഞ്ഞ് വീഴുണ്ടോന്ന്. നമുക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത്. കുതിരും ചിലപ്പോൾ മറിഞ്ഞ് വീഴും. നമ്മൾ മണ്ണിടിച്ചിൽ കിടന്നാൽ മണ്ണിൻ്റെ മേലെയാണ് നിൽക്കുക, അപ്പോൾ അവിടുത്തെ മണ്ണ് ഒന്നായി കഴിയുമ്പോൾ കൂടുതൽ വീണോളൂ. ഇപ്പോൾ നമുക്ക് അങ്ങനെ സെറ്റപ്പിൽ എത്തണം ട്രൈ ചെയ്യുന്നത്. വെള്ളമായി ഇത് നല്ല സ്ട്രോങ് ആ തോന്നുന്നു. വീഴുന്നുണ്ട് തോന്നുന്നു കേട്ടോ, ചെറുതായിട്ട്. അവിടെ ചെരിഞ്ഞ് വീണപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ അലാറം അടിച്ചു. ഈ രണ്ടാമത്തെ യൂസ് കേസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കിയത് ആ പ്രോബ് മറിഞ്ഞ് വീഴുകയാണ്. ഇപ്പോൾ ഒരു ലാൻഡ് സ്ലൈഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഈ പ്രോബ് മറിഞ്ഞ് വീഴുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഇവിടെ അലാറം അടിക്കും എന്നുള്ളത് കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വെള്ളപ്പൊക്കം, അതായത് വെള്ളം കയറി വരികയാണ് വീട്ടിലേക്ക്. അപ്പോൾ നമ്മുടെ ഒരു മുറ്റത്തിൻ്റെയൊക്കെ ലെവലിൽ വെള്ളമെത്തിയെങ്കിൽ നമുക്ക് അലാറം കിട്ടണം. എന്നാൽ നമുക്ക് മുൻകൂട്ടി നമുക്ക് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. പെട്ടെന്നുള്ള വെള്ളപ്പൊക്കമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അലാറം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഈ ലെവലിലേക്ക് വെള്ളം കയറ്റണം, എന്നാലേ നമുക്ക് അലാറം വരുള്ളൂ. നോർമൽ ഒരു ലാൻഡിൻ്റെ ലെവലിൽ ഇട്ടതാണ് ഞാൻ. അപ്പം ഇത്ര ലെവലിൽ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ വെള്ളം ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മളൊരു ബക്കറ്റിനകത്ത് സെറ്റപ്പ് ആക്കുകയാണ്. ഈ ബക്കറ്റിലേക്ക് ഞാൻ വെള്ളം നിറയ്ക്കും. വെള്ളം കയറി ആ ലെവൽ വരുമ്പോൾ നമ്മൾ അലാറം അടിക്കും എന്നുള്ളതാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ. ചെക്കിയാണ്, ഇതിലേക്ക് വെള്ളം അടിക്കാണ്. ഓക്കെ, നമുക്ക് നോക്കാം വെള്ളം കയറി അടിക്കുമോ ഇല്ലയെന്ന്. ഇതിനുള്ളിലൊരു സെൻസർ വെച്ചിട്ടുള്ള ഇതേപോലെ സ്വിച്ചാണ്. അതിലേക്ക് വെള്ളം കയറുമ്പോൾ ഒരു കണ്ടിന്യൂറ്റി കിട്ടും. അത് നമ്മളൊരു അനലോഗ് ADC വെച്ച് അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ വെച്ചിട്ട് നമ്മളതിനെ സെൻസ് ചെയ്യുന്നുണ്ട്. അതായത് ഇതിനുള്ള സെൻസറാണ്. ഈ വാല്യൂ നമ്മളവിടെ റീഡ് ചെയ്യും. എന്നിട്ട് അതൊരു പർട്ടിക്കുലർ വാല്യൂവിൻ്റെ മുകളിലുണ്ടെങ്കിൽ നമ്മൾ അലാറം അടിക്കും. അത്രയേ ഉള്ളൂ എൻ്റെ കണ്ടീഷൻ. എൻ്റെ കോഡൊക്കെ ഞാൻ തരാം, നമുക്ക് നോക്കാം. വെള്ളം കൂടി കയറി വരികയാണ്. ഇത് തന്നെയാണ് നമ്മുടെ ടാങ്കിനകത്ത് വാട്ടർ ലെവൽ സെൻസറിനൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് ഈ അൺഫോർച്ചുനേറ്റ്ലി ഇത് മറിഞ്ഞ് വീണപ്പോൾ നമ്മൾ അലാറം അടിച്ചു. ഇപ്പോൾ അലാറം അടിച്ചത് ഇത് മറിഞ്ഞ് വീണുകൊണ്ടുള്ള കണ്ടീഷൻ കാരണം കേട്ടോ. അടുത്തതൊന്ന് ഫെയിലായി. അത് ഫെയിലായതല്ല, ആക്ച്വലി അത് വന്നിട്ട് മറിഞ്ഞ് വീണപ്പോൾ മറ്റേ അലാറം അടിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ ഇത് ഓണാക്കാം. ഓക്കെ, നമ്മുടെ എക്സ്പെക്ടേഷൻ ഈ ഒരു ലെവലിന് മേലേക്ക് വെള്ളം വന്നു കഴിഞ്ഞാൽ അലാറം അടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അലാറത്തിന് സെറ്റപ്പ് ഒക്കെ അടുത്തുണ്ട്. ഇത് തമ്മിലൊരു കണക്ഷനും ഇല്ല. ഇത് വയർലെസ് ത്രൂ ആണ് കണക്റ്റഡ് ആയിട്ടുള്ളത്. നമ്മളിതിനെ അടുത്ത് വെച്ചതെന്നുള്ളൂ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മൊഡ്യൂളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിപ്പം 433 എന്നൊരു മൊഡ്യൂളാണ്. RF മൊഡ്യൂളാണ്. അത് വന്നിട്ട് നമുക്ക് ചീപ്പായിട്ട് കിട്ടുന്നതാണ്. നമുക്ക് കൂടിയ സാധനങ്ങളുണ്ട്. തരംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഹെവി ആയിട്ടുള്ള നമുക്ക് ഒരുപാട് കുറേ ദൂരത്തേക്ക് വരെ ട്രാൻസ്മിഷൻ നടക്കുന്ന മൊഡ്യൂളുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെ വെള്ളം കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹോളിൻ്റെ ലെവലിലേക്ക് വെള്ളം മുകളിൽ കയറി കഴിഞ്ഞാൽ അലാറം അടിക്കും. അപ്പം നമ്മുടെ വീടിൻ്റെ മുറ്റത്തോ അങ്ങനെ സ്ഥലത്തൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വെള്ളം കൂടി വയലിനോ പുഴയിൽനിന്നൊക്കെ വെള്ളം കയറി വരികയാണെങ്കിൽ നമുക്ക് അലാറം വരുന്നതായിരിക്കും. അപ്പം നമുക്ക് അലേർട്ടായിട്ട് നമുക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാനോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും.
നോക്കാം. കൂടി വരികയാണ്. ഇതിനുള്ളൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ മറ്റേ ഈ വാട്ടർ ലെവൽ ഇൻഡിക്കേറ്ററിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉള്ളൊരു സെൻസറിൻ്റെ പരിപാടിയാണ്. അതിൽ ആ വെള്ളം കയറിയ മൂടുന്ന സമയത്ത് അത് തമ്മിൽ കോണ്ടാക്റ്റ് ആവും. അതവിടെ അലാറം അടിക്കും. ഇത്രയേ ഉള്ളൂ. നോക്കാം. വെള്ളം കൂടി വരുന്നുണ്ട്. ഇതാ അലാറം അടിച്ചിട്ടോ. ഈ ലെവലിൽ എത്തിയപ്പോഴത്തേക്ക് തന്നെ അലാറം അടിച്ചു. അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പം കണ്ടോ, ഇതിലിപ്പോൾ സംഭവിച്ചത് ഇത്രയേ ഉള്ളൂ. അതിൻ്റെ അടിയിൽ നമ്മൾ സെൻസർ കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് വെള്ളം കൂടിയ ലെവലിലായ സമയത്ത് ആ കണക്ഷൻ സർക്യൂട്ട് ക്ലോസ് ആയി. ഇവിടെ വന്നിട്ട് നമ്മുടെ എ ഡി സി സെൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. പൈപ്പ് ഒന്ന് ഓഫാക്കാം. എ ഡി സി സെൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതിനുള്ളിൽ തന്നെ എ ഡി സി, നമ്മൾ അർഡിനോയുടെ എ ഡി സി വന്നിട്ട് സെൻസ് ചെയ്തിട്ട് ആ ഒരു പർട്ടിക്കുലർ വാല്യൂവിൻ്റെ മുകളിലേക്ക്, അതായത് ഷോർട്ടായി. അപ്പോൾ സർക്യൂട്ടിൽ നമുക്ക് ആ വോൾട്ടേജ് വന്നിട്ട് എ ഡി സിയുടെ പിന്നിലേക്ക് വന്നപ്പം അത് ഓണാക്കി. ആ ഓണാക്കി ഇൻഫർമേഷൻ വന്നിട്ട് നമ്മുടെ റിസീവറിലേക്ക് സെൻഡ് ചെയ്തു. അപ്പോൾ ഇതിവിടെ അടിക്കേണ്ടത്, ഇത് മറച്ചു വെച്ചിട്ടുണ്ട് സൗണ്ട് കുറവ്. അപ്പം ഇതാണ് നമ്മുടെ പ്രൊജക്റ്റ്. ഇതിപ്പോൾ സക്സസ് ആണ്. കുറച്ചും കൂടെ കൂടിയ ഒരു എന്താ പറയുക, RF മൊഡ്യൂളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് സാധനം ഒരു പ്രോഡക്റ്റ് ആയിട്ട് തന്നെ ഇറക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം ഇത്രയാണ് നമ്മുടെ ഒരു പ്രോഡക്റ്റ്. നമ്മൾ ഓഫാക്കാം. ഇതൊരു സ്വിച്ചാണ് കേട്ടോ. ഇതൊന്നും ഡൗട്ട് വേണ്ട ആവശ്യമില്ല. അതൊരു സ്വിച്ച് കൊടുത്താണ് ഞാൻ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പ്രസ് ചെയ്താൽ റീസെറ്റ് ആണ്. പക്ഷേ ഇത് വെള്ളത്തിന് മുകളിലായതുകൊണ്ട് റീസെറ്റ് ആവില്ല. മുകളിലേക്ക് എടുത്ത് വെച്ചിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റീസെറ്റ് ചെയ്യും, ഓഫായി. അത് ഞാനിപ്പോൾ നമ്മളിത് പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് ഓഫ് ചെയ്യുമ്പോൾ ഈ സെൻസറിൻ്റെ വില, അതായത് നമ്മളിത് വൺസ് വീണ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് സർക്യൂട്ട് ചെക്ക് ചെയ്യില്ല. ഒരൊറ്റ തവണ ഡിക്റ്റേറ്റ് ചെയ്ത് തന്നെ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീണു എന്നുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യുക ചെയ്യണം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തില്ല, നമ്മൾ പിന്നെ ഇത് റീസെറ്റ് ചെയ്യണം. അല്ലാതെ ഇത് നിൽക്കില്ല. അല്ലാതെ കണ്ടിന്യൂസ് ആയി വന്നുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, അതൊരു തവണ വീണു അല്ലെങ്കിൽ ചെരിഞ്ഞു പിന്നെ എന്തെങ്കിലും കണക്ഷൻ പോവുക അല്ലെങ്കിൽ ഈ വെള്ളത്തിൽ പോയിൻ്റെ സർക്യൂട്ട് മുഴുവൻ അടിച്ചു പോയി കഴിഞ്ഞാൽ ഇത് വർക്കാവില്ലോ. പക്ഷേ ഇത് വൺസ് വീണ് ഉടനെ തന്നെ സാധനം ഡാറ്റ സെൻഡ് ചെയ്യും. സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ സെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വൺസ് ഇതിനൊരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് വന്നിട്ട് വണ്ണായി. പിന്നെ അത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീസെറ്റ് തന്നെ വേണം. അപ്പോൾ ഈ കേസിൽ നമ്മൾ തന്നെ റീസെറ്റ് സ്വിച്ച് കൊടുത്ത് റീസെറ്റ് ചെയ്യണം. പിന്നൊരു കാര്യം, ഇപ്പം വേറെ ഡൗട്ട് വരാനുള്ളത്, നമുക്കിതൊരു വേറെ നായോ എന്തെങ്കിലും ഒന്ന് തട്ടിപ്പോയി കഴിഞ്ഞാൽ അല്ലാതെ അടിക്കില്ലേ എന്നുള്ളതാണ്. അത് നമ്മൾ അതിനനുസരിച്ച് വേണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇളകിയിട്ടുണ്ട് സൗണ്ട് വന്നേ. ഇത് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം. ഇതിപ്പം ഇങ്ങനെ ഒന്ന് ചെരിഞ്ഞു കഴിഞ്ഞാൽ അലാറം അടിക്കും. ഇത് ഓഫാക്കാം. ഇത് വെള്ളത്തിലേക്ക് താഴോട്ടേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ ഇത് ഇളകിയിട്ടാണ്. താഴോട്ടേക്ക് ഇറക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അലാറം അടിക്കും. കണ്ടോ, മണ്ണിൻ്റെ അടിയിൽ വെള്ളത്തിൻ്റെ മൂടിയുണ്ട്, അലാറം അടിച്ചു. ഓക്കെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ വരിക, അവിടെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് നമ്മൾ ഇതിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞിട്ട് റിക്വസ്റ്റ് അയച്ചാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്